ഇന്ന് തിരുവോണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം എന്തൊരു തിരക്കാണ്. രാവിലെ മുതൽ തന്നെ തിരക്കുണ്ട്. ഒരു അവധി കിട്ടിയാൽ ആളുകളൊക്കെ ഗുരുവായൂർക്ക് പോരുക എന്നാണ് തോന്നുന്നത്. ഏതായാലും രാവിലെ തന്നെ ദർശനത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. വന്ദേഭാരതമായിട്ട് ആളുകളെ നേരെ കൊടിമരത്തിന് മുന്നിലൂടെ അകത്തേക്ക് വിട്ടതുകൊണ്ട് തിരക്ക് വല്ലാതെ നീണ്ടില്ല, ആളുകൾക്കൊക്കെ തൊഴാൻ പറ്റി. അതേപോലെ ഇന്ന് തിരുവോണ സദ്യയ്ക്കും വലിയ തിരക്കായിരുന്നു. 9 മണി സമയത്ത് തിരുവോണ സദ്യയുടെ ക്യൂ കിഴക്കേ നടവഴി പിന്നെ വ്യാപാരി വ്യവസായി അസോസിയേഷൻ്റെ ഓഫീസിൻ്റെ അവിടം വരെ എത്തി. പക്ഷേ ഇന്ന് ദേവസ്വം വളരെ കർശനമായ നിർദ്ദേശം നൽകി വേറെ ഒരു പാസുകളും കൊടുക്കാതെ ഉച്ചയ്ക്ക് 2 മണി വരെ ക്യൂ നിന്ന ആളുകൾക്ക് മാത്രം തിരുവോണ സദ്യ കൊടുത്താൽ മതി എന്ന് തീരുമാനം എടുത്തുകൊണ്ട് വളരെ വേഗം തിരുവോണ സദ്യയ്ക്ക് ആളുകളെ കയറ്റിവിടാൻ പറ്റി. 4:30 മണി വരെ 2:30 മണി വരെ ക്യൂ നിന്നവർക്കെല്ലാം കൊടുത്തു. 2:30 മണി വരെ ക്യൂ നിന്നവരുടെ പിന്നെ സദ്യ കഴിച്ചിറങ്ങുമ്പോൾ 4:30 മണിയായി. 4:30 മണിക്കാണ് ക്ലോസ് ചെയ്തത്. 10,000 പേർക്കാണ് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിരുന്നത്. പക്ഷേ 12,000 ആളുകൾ ഭക്ഷണം കഴിച്ചു. അവസാനം ക്യൂ ക്ലോസ് ചെയ്തതിന് ശേഷം ബാക്കി നിന്നിരുന്ന ആളുകളെ അടക്കം കയറ്റി ഭക്ഷണം കൊടുത്തു. പഴപ്രഥമനടക്കമുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലെ പൂക്കളമാണ് ഗരുഡൻ്റെ പൂക്കളമാണ് ഇട്ടിട്ടുള്ളത്. ഇന്ന് ഫ്രണ്ട്സ് മാണിക്യത്തുപടി എന്ന സംഘടനയാണ് ഇന്നത്തെ പൂക്കളം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 10 ദിവസം അതിമനോഹരമായ പൂക്കളങ്ങളാണ് ഒരുക്കിയിരുന്നത്. ആ പൂക്കളങ്ങളുടെ അവസാനമായി ഇന്ന് തിരുവോണ ദിവസം വിഷ്ണുവാഹനമായ ഗരുഡൻ്റെ രൂപമാണ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വലിയ പൂക്കളാണ്. അപ്പോൾ ഒട്ടേറെ ആളുകൾ ഇന്ന് സന്ധ്യയ്ക്ക് നല്ല തിരക്കാണ്. തെക്കേ നട മുഴുവൻ 2-3 ലൈനായിട്ട് തെക്കേ നട മുഴുവൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. രാത്രി അത്താഴപൂജ കഴിഞ്ഞ് എല്ലാവരും തൊഴുത് വിളക്ക് എഴുന്നള്ളിക്കുമ്പോഴേക്കും ഒരു സമയമാവും. രാത്രി ഒരു 10-10:30 ആവുമെന്ന് എനിക്ക് തോന്നണത്. ആ നിലയ്ക്കുള്ള തിരക്കുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒരു അശുദ്ധി ഉണ്ടായി, പുണ്യാഹം ഉണ്ടായിരുന്നു. രാവിലെ അതുകൊണ്ട് വിശേഷാൽ കാഴ്ച ശിവേലി നേരത്തെ ആരംഭിച്ചു. 5:30 മണിയോടെ ശിവേലി ആരംഭിച്ച് ഒരു 7 മണിയോടെ ശിവേലി കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ സുഹൃത്തുക്കൾ ബിമിത്തും ഫാമിലിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 7 മണിയോടെ ആണ് 7 മണിയോടെ ശിവേലി അവസാനിച്ചു. അതിനുശേഷം ബിംബശുദ്ധി അടക്കമുള്ള ചടങ്ങുകളുണ്ടായിരുന്നു. ഏതായാലും ആളുകളെ വന്ദേഭാരത് ആക്കിയിട്ട് ക്യൂ നിൽക്കാതെ നേരെ കൊടിമരത്തിൻ്റെ സമീപത്തോടെ കയറ്റിവിട്ടതുകൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമായിരുന്നു. എന്തായാലും ഗുരുവായൂർ ഗിരിജ നായർ എന്ന് പറയുന്ന നമ്മുടെ ഗുരുവായൂർ ഡിലൈറ്റ്സ് ചാനലിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു പ്രേക്ഷകയാണ്. അവരിന്നലെ ദർശനത്തിനെത്തിയതാണ്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ആളുകൾ ഗുരുവായൂർക്ക് എത്തുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തിരുവോണ ദിവസം സന്ധ്യയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രനടയിൽ ദീപസ്തംഭങ്ങൾ നിറഞ്ഞു കത്തുമ്പോൾ പൊൻകൊടിമരത്തിന് സമീപത്തുകൂടി ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണ ശ്രീലകത്തിത കണ്ണൻ എഴുന്നള്ളിയിരിക്കുന്ന ആ വിളക്കുകളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും എല്ലാവർക്കും അതിമനോഹരമായ ഒരു തിരുവോണം ഉണ്ടാകട്ടെ. ഈ ചാനൽ കാണുന്നവരിത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുകയാണ്. ഗുരുവായൂർ ഡിലൈറ്റ്സ് എന്നൊരു FB പേജ് കൂടിയുണ്ട്, അതും കാണണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കൃഷ്ണ.